അവനെ അനുസരിക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ്. അയാളിൽ പല തെറ്റുകളും കണ്ടേക്കാം. അയാൾ ചിലപ്പോൾ ക്രൂരമായി പെരുമാറിയേക്കാം. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് അയാളെ നേരെയാക്കേണ്ടത് ഭാര്യയുടെ കടമയാണ്. ഇനിയും ഭാര്യയെന്ന് അവകാശം പറഞ്ഞ് നിങ്ങളെന്നെ ഉപദ്രവിക്കരുതേ. ദേവിക്ക് തെറ്റി. ഭർത്താവിന് ഭാര്യയുടെ മേലുള്ളത് അവകാശമല്ല, അധികാരമാണ്. എനിക്ക് സ്നേഹിക്കാൻ, എന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ നീയല്ലാതെ മറ്റാരാണുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതാണ്. എന്റെ അനുവാദം കൂടാതെ എന്റെ ഭാര്യയെ വീട്ടിന് പുറത്തു പോകാൻ പാടില്ല. പൂർത്തിയാക്കണ്ട. പൂർത്തിയാക്കിയാൽ ചിലപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരും. ഞാനിപ്പോ പഴയ പോലെ ചൂടാകാറില്ല. ക്ഷമിക്കാൻ പഠിച്ചു വരികയാണ്. അല്ലെങ്കിൽ നിന്റെ ഭാവം കൊണ്ട് ഇവിടെ കഴിയില്ലല്ലോ. ബിന്ദു, നീ വരൂ. നീ ഇതൊന്നും കാര്യമാക്കണ്ട. ദേവിക്ക് മനസ്സിന് നല്ല സുഖമില്ല. അവർക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം. അവരാവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും. ദേവി, നീ പറയാറുണ്ടല്ലോ ഇവരൊക്കെ ഞാൻ എന്റെ സൗകര്യത്തിൽ നിർത്തിയിരിക്കുകയാണെന്ന്. അല്ല, വീട്ടിലുള്ള എല്ലാം എന്റെ സ്വന്തമാണ്, ഞാൻ അടക്കം. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം നിന്റെ കിടക്ക പങ്കിടാൻ ഇന്ന് രാത്രി ഞാനും ഉണ്ടാകും. മേഡമൊന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ഹോർലിക്സ് ഉണ്ടത്തെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേവി, എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. കഥക് തുറക്കുന്നതാണ് നല്ലത്. എന്നെ വെല്ലുവിളിക്കാനാണ് പാവമെങ്കിൽ നടക്കട്ടെ, നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. ഗോവിന്ദാഥ്, ഇരിക്കൂ. ഞാൻ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി. പിന്നെ എന്താ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമല്ലേ, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാവുന്ന കരുതി. മറന്നുപോയി. ഇരിക്കൂ. ഞാൻ പുതുതായി ഒരു സെക്രട്ടറിയെ നിയമിച്ചു, ഒരു കൊച്ചു പെണ്ണ്. ബിന്ദു, പല കാര്യങ്ങളും ഞാൻ മറന്നുപോകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇത് ബിന്ദു. ബിന്ദു, ഇതെന്റെ ഒരു സുഹൃത്ത്, സോറി, എന്റെ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, DYSP ഗോപിനാഥ്. ഹലോ. ഒരു സെക്രട്ടറി വെക്കാനുള്ള തിരക്ക് ഇപ്പൊ നിങ്ങൾക്കുണ്ടോ? മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. എന്റെ ടെൻഷൻ ഞാൻ പുറത്ത് കാണിക്കാറില്ലെങ്കിലും, എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ 10 സെക്രട്ടറിമാരെ വയ്ക്കുമായിരുന്നു. എസ്റ്റേറ്റ്, കൃഷി, അതിനൊക്കെ പുറമെ ഞാൻ പുതുതായി തുടങ്ങാൻ പോകുന്ന ഫാക്ടറി, ഇതിന്റെ ഒക്കെ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കില്ലേ? ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ദേവി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്തിന്? മിസ്റ്റർ ഗോപിനാഥ്, എന്റെ ഭാര്യയ്ക്ക് അല്പം വിശ്രമം കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കല്യാണം കഴിക്കാത്ത പിള്ളേരെ ഉൾപ്പെടുത്തിയാൽ ഇതാണ് കുഴപ്പം. ഭാര്യാഭർത്തൃ ബന്ധം എന്താണെന്ന് ഇവർക്കറിയില്ല. മിസ്റ്റർ രാജൻ, ഞാൻ തമാശയ്ക്ക് വേണ്ടിയല്ല ചോദിച്ചത്. ഈ വീട്ടിൽ പഴയ കുറെ ജോലിക്കാരുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് അവരെ കാണാതായി. ഇപ്പൊ നിങ്ങൾക്ക് സെക്രട്ടറിയായി, പുതിയ ജോലിക്കാരായി പലരെയും നിയമിച്ചു, ദേവിയുടെ അനുവാദം കൂടാതെ. ബിന്ദു, പോയി ചായ കൊണ്ടുവരാൻ പറയും. മിസ്റ്റർ ഗോപിനാഥ്, എന്റെ ഭാര്യ ഞാൻ പറയുന്നത് അനുസരിക്കും. ഞാൻ മരിച്ചുപോയി എന്നവൾ പറയുന്നുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ മെന്റൽ കേസ്. അത് നിങ്ങൾ അത്ര സീരിയസ് ആയി കണക്കാക്കണമെന്നില്ല. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ പറ്റിയോ സിനിമയെ പറ്റിയോ? കള്ളമാണ് ഗോപി.
പച്ചക്കള്ളം. എന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ അയാൾ കെട്ടുന്ന വേഷമാണിതൊക്കെ. പക്ഷെ തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമാണല്ലോ. അയാൾ ഇവിടുന്ന് പോയ തീയതി, സിംഗപ്പൂരിലേക്കുള്ള പാസ്പോർട്ട്, വിസ, ഇതെല്ലാം കണ്ടില്ലെന്ന് വയ്ക്കാൻ പോലീസിന് പറ്റൂ. നിങ്ങൾക്ക് തെളിവുകളാണ് ആവശ്യം, സത്യമല്ല. ഹൃദയമെടുത്ത് പുറത്ത് കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. വിഷമിക്കാതിരിക്കും. ദേവി പറയുന്നതാണ് സത്യമെങ്കിൽ തീർച്ചയായും അയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതുവരെ ജയിക്കാവുന്നിടത്തോളം ജയിക്കട്ടെ. ഏതായാലും അയാളുടെ പുറകെ ഒരു നിഴലായിട്ട് എപ്പോഴും ഞാനുണ്ടാവും. ഞാൻ വരട്ടെ. കാപ്പി കുടിച്ചില്ല? വേണ്ട. ഇനി തന്നേക്കും. ഇതിങ്ങനെ അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല. ദേവി, ഞാനൊരു പുരുഷനാണ്. ഭാര്യ വാതിലടച്ച് കിടന്നാൽ കതവ് ചവിട്ടിപ്പൊളിച്ചകത്ത് കിടക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. എന്നെ അതിൽ കൂട്ടരുത്. എന്റെ ആവശ്യങ്ങൾ നേടാൻ എനിക്കിഷ്ടമുള്ള മാർഗം ഞാൻ സ്വീകരിക്കും. കമോൺ ഡാർലിംഗ്. എന്റെ ഉദ്ദേശം സാധിച്ചു. താങ്ക് യു വെരി മച്ച്. ബിന്ദു, ഇവർക്ക് പോകാൻ വേണ്ടി ഏർപ്പാടുകൾ ചെയ്യൂ. ഗുഡ് നൈറ്റ്. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാ. ദേഷ്യം വന്നാ പിന്നെ എന്ത് ചെയ്യാന്നറിയില്ല. ഞാൻ പണ്ട് കാതറിക്കയുടെ വീട്ടിൽ നിൽക്കുന്ന കാലം, അവിടെ പൈങ്കിളി പോലൊരു പെണ്ണ് വന്നു. നിർത്തോ, എനിക്ക് ഒരു ജോലിയൊന്നുമില്ലേ? പിന്നെ അടുപ്പത്ത് അരി കിടക്കുക, പാതി വന്നു. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, ഇപ്പൊ ഞാൻ മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ, കാമദേവനെ പോൽ. നിനക്ക് ദുഃഖം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. തെറ്റായ പലതും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് നീയാണ്. നിന്റെ പിടിവാശിയാണ്. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും എനിക്ക് വിരോധമില്ല. പക്ഷേ എന്റെ വീട്ടിൽ ഇങ്ങനെ അഴിഞ്ഞിറങ്ങാൻ അനുവദിക്കില്ല. നിന്റെ അനുവാദത്തിലൂടെ യാതൊരു വിലയുമില്ല. അത് നോക്കിയാണെങ്കിൽ ഞാൻ വന്ന ദിവസം തന്നെ ഇറങ്ങിപ്പോണമായിരുന്നു, അല്ലേ? അത് എപ്പോഴായാലും വേണ്ടിവരും. നുണ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാരും വിശ്വസിപ്പിക്കാം, എന്നെ ഒഴിച്ച്. തീർച്ചയായും നിനക്ക് ഭ്രാന്താണ്. ദേവി, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബന്ധവുമില്ലാത്തൊരു വീട്ടിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മരിച്ചുപോയ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് താമസിക്കാൻ ആർക്കാണ് കഴിയുക? ആരാണ് അതിന് ധൈര്യപ്പെടുക? എനിക്ക് വേണമെങ്കിൽ നിന്നെ ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാം. ഞാനത് ചെയ്യാത്തത് അതെന്റെ അന്തസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇനിയും പരീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ ഫലം അല്പം ക്രൂരമായി പോവും. അത് ഞാൻ അനുഭവിക്കേണ്ടി വരും. ബിന്ദു, ദേവിക്കുള്ള ആഹാരം മുകളിലേക്ക് കൊടുത്തയക്കും. ആരെങ്കിലും ടെലിഫോൺ ചെയ്താൽ ഞാൻ വൈകുന്നേരം വരുമെന്ന് പറയും. ആ ശങ്കരൻകുട്ടിയോട് ഒരുങ്ങിയിരിക്കാൻ പറയും. ഞാനിന്നൊരു ഹണ്ടിങ്ങിന് പോകുന്നു. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഓക്കെ? ശരി സർ. സത്യാഗ്രഹമാണോ? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. നിങ്ങൾ എന്നെ കൊലക്കുറ്റത്തിന് ജയിലിൽ കയറ്റാനുള്ള പുറപ്പാടാണ്. എന്താ ഇവിടെ ഈ രാത്രിയിൽ? ഞാനൊരു കുറ്റവാളി അന്വേഷിച്ചിറങ്ങിയതാ. എന്നിട്ട് കിട്ടിയോ? കിട്ടിയിട്ടില്ല. കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മിസ്റ്റർ ഗോപിനാഥ്, അസൗകര്യമില്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്താൽ കൊള്ളാം. എന്താണ്? ഞാൻ നായാട്ടിന് ഇറങ്ങിയത് എന്റെ ഭാര്യയ്ക്ക് തീരെ രസിച്ചിട്ടില്ല. പേടിയുണ്ടാവും. ഒന്ന് അങ്ങോട്ട് ചെല്ലു, ഒരു ധൈര്യത്തിന്. ഞാൻ വന്നിട്ട് പോ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മതി. നിങ്ങളാവുമ്പോ പലതും പറഞ്ഞിരിക്കാമല്ലോ.
എനിക്കാണെങ്കിൽ നിങ്ങളെ വലിയ വിശ്വാസമാണ്. ജസ്റ്റ് ലൈക്ക് എ ബ്രദർ. ഓക്കെ? ഐ എം സോറി, എനിക്ക് വേറെ കുറെ ജോലിയുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ കാണാം. വരൂ. പിന്നെ കുറച്ച് നല്ല മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇഫ് യു ലൈക്ക്. നോ താങ്ക്സ്.